ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആക്സിസ് കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ കുറച്ച് ദൂരെ ഒരു ഫാമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കോഴിയെ കാണിച്ചു കൊടുത്താൽ അവർ അതിനെ പിടിച്ച് ക്ലീൻ ചെയ്ത് നമുക്കിങ്ങനെ തരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കരിങ്കോഴിയെ കണ്ടേ. അപ്പോൾ അതിനെ കാണിച്ചു കൊടുത്തു. അതിനെ കൊല്ലുന്ന സീനായപ്പോൾ ഞാൻ അവിടുന്ന് സ്കൂട്ടായി. പക്ഷേ അവരതിൻ്റെ പപ്പും പൊടിയും പറിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തൊലി ഉരിച്ചിട്ട് തന്നു. പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി ഞാൻ കട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളെല്ലാം ഒരു നല്ല എന്താ പറയുക ബ്ലാക്ക് കളറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കരിങ്കോഴിയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് വരട്ടിയെടുത്ത് നോക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ ഉരുളിയെടുത്ത് നമ്മുടെ സ്റ്റൗവിൽ വെച്ചു. ഉരുളി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി. അപ്പോൾ അതിനകത്തേക്ക് കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. ബീഫ് കറി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കടലക്കറി ആണെങ്കിലും ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇടുമ്പോഴല്ലേ അതിന് ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. തേങ്ങാക്കൊത്തിൻ്റെ നിറമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 20 ചെറിയുള്ളി ഇവിടെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയുള്ളി ഇടുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. തീ കുറച്ച് വേണം ഈ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട്. കാരണം ഉരുളി ഒന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ചൂടാവും. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് നടുകെ കീറിയതും ഒരു ബോൾ വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 കതിർപ്പ് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകണ്ട. തീ എപ്പോഴും കുറച്ചിടാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഉരുളിയിലും ചട്ടിയിലും ഒക്കെ വയ്ക്കുമ്പോൾ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഉരുളിയും ചട്ടിയൊക്കെ ആണെങ്കിൽ തീ അങ്ങ് കൂടിപ്പോയി വല്ലാണ്ട് അങ്ങ് ചൂട് കൂടിപ്പോയാൽ പെട്ടെന്ന് കുറച്ച് ഭാഗങ്ങളായിട്ട് കരിഞ്ഞു പോകും. പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് മസാലകൾ നേരിട്ടിടുന്നതിന് പകരം ഒരു എന്താ പറയുക ഒരു പാനിലേക്ക് മസാലപ്പൊടികളെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ ചൂടായ പാനിലേക്ക് ഇടുക. പൊടികൾ ഇടുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓക്കെ, പാൻ നല്ലോണം ചൂടായതിന് ശേഷം പൊടികൾ ഇടുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ പാനിൻ്റെ ചൂടുണ്ടല്ലോ, ആ ചൂടിൽ ഈ പൊടികളൊക്കെ ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഉള്ളിയിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ഈ പൊടികൾ കരിഞ്ഞു പോവുകയോ മൂത്തു പോവുകയോ ഒന്നുമില്ല. നമുക്ക് പാകത്തിനത് വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ആ ഉള്ളിയിലേക്ക് ഒരു 2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും 2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മസാല മൂപ്പിച്ച് ആ പാൻ ചെറിയ ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തല്ലോ, അതുകൊണ്ട് മസാലപ്പൊടികൾ കരിഞ്ഞു പോകത്തില്ല. അതവിടെ ഇരിക്കും. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് നുറുക്കി ഈ വഴണ്ടിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. കരിങ്കോഴിയൊന്നും നമുക്കങ്ങനെ എപ്പോഴും ഒന്നും കിട്ടത്തില്ല. പക്ഷേ എപ്പോഴൊന്നും കിട്ടാത്ത സാധനമാണല്ലോ. അപ്പോഴാണത് കണ്ടപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ ചേട്ടൻ അതിനെ പോയി പിടിച്ചോണ്ട് വന്ന് നമ്മുടെ പാത്രത്തിലാവുന്നു. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തരട്ടെ. കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി മറ്റേ മസാലപ്പൊടികൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇങ്ങനെ മൂപ്പിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മസാലപ്പൊടികൾ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും പൊടികൾ അല്ലെങ്കിൽ ഉള്ളി ഡ്രൈ ആയിരിക്കുന്ന പോലെ തോന്നും. അന്നേരം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം കരിങ്കോഴിക്ക് നല്ല നല്ല നെയ്യുള്ളതാണ്. ഇത് മസാലയൊക്കെ മൂത്ത് ആ ഉള്ളിയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിരിക്കുന്ന കരിങ്കോഴി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടന്നൽ നല്ല നെയ്യുള്ള കോഴിയാണേ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്ന രീതിയിലാക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിള്ളേരൊക്കെ വന്ന് 2 പ്രാവശ്യം നോക്കുമ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ഭംഗിയൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യേ, ഇത് വെന്ത് കഴിയുമ്പോൾ തരാമെന്ന്. ഇതൊന്ന് ചൂട് തട്ടി ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലിരുന്നാണേ. അപ്പോഴത്തേക്ക് അതിൻ്റെ നെയ്യെല്ലാം ഉരുക്കിയിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലേന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിലേക്ക് ചെറിയ തീയിൽ 10 മിനിറ്റിലിരുന്നു കേട്ടോ. കുറച്ച് സമയം കൂടി വേവാനുണ്ട്. ചിക്കൻ സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഒന്ന് വേവണം. അപ്പം ഞാനതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചത് വിട്ടുപോയി. അപ്പം വെള്ളത്തിൽ നല്ല ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തേ. ഇനി അത് കുറച്ച് നേരം കൂടി ചെറിയ തീയിൽ അടച്ചു വെച്ചിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും കരിങ്കോഴി കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പം ആകെ മൊത്തം ടോട്ടൽ ഒരു 40 മിനിറ്റ് ഇത് അടുപ്പിലിങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാ, നമ്മൾ കഴിച്ചു നോക്കല്ലേ? കാരണം നല്ല ഗ്രേവിയൊക്കെ നല്ല 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 കുറുകുറാന്നുള്ള ഗ്രേവിയും തേങ്ങാക്കൊത്തും അതാ ചിക്കനിലേക്കൊക്കെ പിടിച്ചിട്ട് നല്ല മണമുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും, നോക്കാം. അപ്പോൾ നല്ല നമ്മുടെ നാടൻ സോഫ്റ്റ് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊറോട്ടയും ചിക്കനും കൂടെ കഴിച്ച് നോക്കാം. സാധാരണ ഈ ബ്രോയിലറൊക്കെ ഒന്നും നമുക്കിങ്ങനെ പിച്ചി എടുത്ത് കഴിക്കാൻ പറ്റുന്നവരൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി മുറ്റാ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടി ഇട്ടേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.